നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. 22 പേരുടെ മരണത്തിനിടയാക്കിയ താനൂർ ബോട്ടപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സയ്ക്ക് പണം നൽകാതെ വഞ്ചിച്ച സർക്കാർ നിലപാടിനെതിരെ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ചെമ്മാട് ടൗണിൽ ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ചു. ചെമ്മാട് ബസ് സ്റ്റാൻഡിൽ മുണ്ടുവിരിച്ചും ബസ് സ്റ്റാൻഡ് ചുറ്റിയും ഭിക്ഷയെടുത്ത പ്രവർത്തകർക്ക് സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വലിയ സഹകരണമാണ് നൽകിയത്. നൂറുകണക്കിന് ആളുകൾക്കിടയിലായിരുന്നു യൂത്ത് ലീഗിന്റെ ഭിക്ഷയെടുക്കൽ സമരം. ചികിത്സക്കായി പണം നൽകാത്ത ബസ് സ്റ്റാൻഡിൽ മുണ്ടുവിരിച്ചിരുന്ന യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് പണം നൽകി വിദ്യാർത്ഥികളും അന്യസംസ്ഥാന തൊഴിലാളികളും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. രാവിലെ 11 മണിക്ക് ആരംഭിച്ച സമരം 1 മണിയോടെ സമാപിച്ചു. 1 വർഷം പിന്നിട്ടിട്ടും ബോട്ടപകട സമയത്ത് പരിക്കേറ്റവരുടെ എല്ലാ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആശുപത്രി ചെലവ് പോലും നൽകാതെ സർക്കാർ വഞ്ചിക്കുകയാണ് ഉണ്ടായതെന്നും അപകടത്തിൽ മരിച്ച പാലത്തിങ്ങൽ സ്വദേശിയായ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയ്ക്ക് ആശ്രിത ജോലി നൽകുമെന്നും പ്രഖ്യാപിച്ചെങ്കിലും കടലാസിലൊതുങ്ങി. ഈ സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് ഭിക്ഷയെടുക്കൽ സമരവുമായി രംഗത്തെത്തിയിട്ടുള്ളതെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ പറഞ്ഞു. നമ്മുടെയൊക്കെ ദുഃഖത്തിലായെത്തി ഏകദേശം 22ഓളം മനുഷ്യ മരണപ്പെട്ടിട്ടുള്ള അതിദാരുണമായിട്ടുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ദുരന്തം നമ്മുടെ നാടിനെ നടുക്കിയ 1 വർഷത്തിന് ശേഷം, ദുരന്തം നടന്നതിന് ശേഷം സർക്കാർ മരിച്ചവർക്കും പരിക്ക് പറ്റിയവർക്കും അതുപോലെ തന്നെ മറ്റു ആനുകൂല്യങ്ങളുമൊക്കെ പ്രഖ്യാപിക്കപ്പെടുകയും 1 വർഷമായിട്ടും അത് നടപ്പിലാക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് സർക്കാർ ഇവിടുത്തെ ജനങ്ങളെയും കേരളത്തിലെ ജനങ്ങളെയും അതുപോലെ തന്നെ ഈ ചികിത്സ പറ്റിയവരെയും വഞ്ചിച്ചിരിക്കുകയാണ് എന്നാണ് മുസ്ലിം യൂത്ത് ലീഗിന് പറയാനുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ മാരകമായി പരിക്ക് പറ്റിയ ആളുകൾ ഒരുപാടുണ്ട്. പക്ഷെ വളരെ മാരകമായി പരിക്ക് പറ്റി ചികിത്സയിൽ കഴിയുന്ന 2 കുട്ടികളുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ 2 കുട്ടികൾക്കും കൂടി 1 മാസത്തിൽ ചികിത്സാ ചെലവ്, മരുന്നും തെറാപ്പിയും മറ്റും ചികിത്സാ ചെലവ് ഭീമമായ ഒരു തുക നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ പറയുന്നു ഞങ്ങൾ ചികിത്സയ്ക്ക് പണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞങ്ങൾ നൽകുമെന്ന് പറയുകയും 1 വർഷമായിട്ടും ചികിത്സയ്ക്ക് പണം കിട്ടാതെ പ്രയാസപ്പെടുകയുമാണ്. സന്നദ്ധ സംഘടനകളടക്കം യൂത്ത് ലീഗ് അടക്കമുള്ള ഞങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാർ ആ കുടുംബത്തെ ഏറ്റെടുത്ത് അവരുടെ ചികിത്സ നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട മരുന്നുകൾ സൗജന്യമായി കൊടുക്കാൻ ഞങ്ങൾ ഏറ്റെടുത്തതുമാണ്. പക്ഷേങ്കിൽ സർക്കാർ ഇത് പ്രഖ്യാപിച്ചതുകൊണ്ട്, സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് പല സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ സംഘടനകളും ഇത് ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത വിധത്തിൽ ആ കുടുംബം പ്രയാസപ്പെടുകയാണ്. ഞങ്ങൾക്ക് ഈ സമരവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് പറയാനുള്ളത്, ഒന്നെങ്കിൽ നിങ്ങൾ ആ കുടുംബത്തിന് ചികിത്സാ സഹായം കൊടുക്കില്ല, ഞങ്ങൾ അതിൽ പിന്മാറി എന്ന് ഉറപ്പു നൽകിയാൽ, നിങ്ങൾ പറയുകയാണെങ്കിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തിരൂരങ്ങാടിയിലെ യുവത തയ്യാറാണ് എന്നാണ് സർക്കാരിനോട് പറയാനുള്ളത്. ആശുപത്രി ചെലവ് പോലും നൽകാതെ സർക്കാർ വഞ്ചിക്കുകയാണ് ഉണ്ടായതെന്നും ഭിക്ഷയെടുത്ത് ലഭിച്ച പണം നാളെ സർക്കാരിന് സമർപ്പിക്കുമെന്നും ചടങ്ങിന് അധ്യക്ഷത വഹിച്ച മുസ്ലിം യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് പറഞ്ഞു. ചടങ്ങിൽ പി ഷാഹുൽ ഹമീദ്, എം അബ്ദുറഹ്മാൻ കുട്ടി, നവാസ് ചെറമംഗലം, അനീസ് കൂരിയാടൻ, CK മുനീർ, ഉസ്മാൻ കാച്ചടി, റിയാസ് തോട്ടുങ്ങൽ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധത്തിന് മുസ്തഫ കുട്ടശ്ശേരി, നാസർ വെന്നിയൂർ, ജാഫർ കുന്നത്തേരി, ബാപ്പുട്ടി ചെമ്മാട്, ചെമ്പ മൊയ്തീൻ കുട്ടി ഹാജി, ഹംസക്കുട്ടി നരിക്കോടൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി.